പത്തരമാറ്റിൽ ഒരു വമ്പൻ ട്വിസ്റ്റ്. അതേ ഗൈസ്, മാളവിക ആദർശിനെ ചതിക്കുകയാണ്. മാളവിക ശരിക്കും നാഗേന്ദ്രന്റെ സ്വന്തം ആളാണ്. നാഗേന്ദ്രന്റെ ആരാണ് മാളവിക എന്നറിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരെല്ലാവരും ശരിക്കും ഞെട്ടും. നാഗേന്ദ്രന് വേണ്ടിയാണ് ആദ്യമേ മാളവിക മൂർത്തീസ് ജ്വല്ലറിയിൽ കയറിപ്പറ്റിയത്. അവിടെ നിന്നും നാഗേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും റിസൈൻ ഇട്ട് ഇറങ്ങിയതും. ആദ്യം മൂർത്തീസ് ജ്വല്ലറിയുടെ വിശ്വസ്തത പിടിച്ചുപറ്റുക, അതിനുശേഷം മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും റിസൈൻ ഇടണം. ഇതൊക്കെ നാഗേന്ദ്രന്റെ ബുദ്ധിയായിരുന്നു കേട്ടോ. മുമ്പ് നാഗേന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ റിസൈൻ ഇട്ടിട്ട് മാളവിക നേരെ ചെല്ലുന്നത് നാഗേന്ദ്രന്റെ അടുത്തോട്ടാണ്. ജലജയെ കൂടാതെ നാഗേന്ദ്രന് മറ്റൊരു കുടുംബം കൂടി ഉണ്ടിട്ട് ഗൈസ്. ഒരു വമ്പ ട്വിസ്റ്റ് ആണ് പത്രമാറ്റിൽ വരാൻ പോകുന്നത്. എങ്ങനെ ഇല്ലാതിരിക്കും ഗൈസ്, കാരണം അച്ഛന്റെ അതേ പകർപ്പാണ് മകന് കിട്ടിയിരിക്കുന്നത്, അതായത് അബിക്ക്. എന്നാ അച്ഛന് വേറെ കുടുംബമുള്ള കാര്യമൊന്നും അവധികയ്ക്ക് അറിയില്ല കേട്ടോ. എന്തായാലും മാളവിക തന്ത്രപൂർവ്വമായിട്ട് ആദർശിന്റെ വിശ്വസ്തത പിടിച്ചു പറ്റിയിരിക്കുകയാണ് ഇപ്പോ. ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ മാളവികയെ കാണിക്കുന്നുണ്ട്. മാളവിക നാഗേന്ദ്രന്റെ അടുത്തോട്ട് ചെല്ലുന്നത്. നാഗേന്ദ്രനെ കാണാൻ ചെന്ന മാളവിക മുഖത്തോട് മുഖം നോക്കിയിട്ട് നാഗേന്ദ്രനും മാളവികയും തമ്മിൽ ചിരിക്കാനിട്ടു. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇവർ തമ്മിലുള്ള ഒരു കളിയായിരുന്നു എന്ന്. എന്തായാലും നമുക്ക് ഈ ഒരു ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡിലോട്ട് കിടക്കാം. മാളവിക ആദ്യം തന്നെ ആദർശിനെ കാണാൻ വരുന്നുണ്ട്. അവരിപ്പോ താമസിക്കുന്ന റെസ്റ്റ് ഹൗസിലോട്ടാണ് കേട്ടോ വരുന്നത്. വീട്ടിലെത്തിയ പടെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എലിസബത്ത് ആന്റി വന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യാണ്. മാളവികയെ കണ്ടപ്പോ തന്നെ എലിസബത്ത് ആന്റി പറയുന്നുണ്ട്, ആ മോളോ, വാ മോളെ, അകത്തോട്ടിരിക്കാം. അല്ല ആന്റി, ആദർശ് സാറില്ലേ? ആ, സാറിന് ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ വിളിക്കാം, മോളിരിക്കി. ശരി ആന്റി. മോനെ ആദർശേ, ആദർശേ, നയനമോളെ. ആ ആന്റി വിളിച്ചോ? ആ മോളെ, ഞാൻ വിളിച്ചു. ആദർശ് മോനെ കാണാൻ വേണ്ടി ഒരു കുട്ടി വന്നിട്ടുണ്ട്. കുട്ടിയോ? ഏത് കുട്ടി? മോളെ, ആ കുട്ടി ഇവിടത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് നയന ഹോളിലേക്ക് ചെല്ലാൻ കേട്ടോ. അപ്പൊ മാളവികയാണെങ്കിൽ അവിടെ ഷോക്കേസിലിരുന്ന ബുക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടേ. കണ്ടപ്പോ തന്നെ നയനയ്ക്ക് മാളവികയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. മാളവികയെ പെട്ടെന്ന് മാളവിക ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. കാരണം മാളവിക അവിടെ എന്തോ സെർച്ചിങ്ങിലാണ്. ഞാൻ ഈ ബുക്കൊക്കെ കണ്ടപ്പോ, ഇതൊക്കെ മാഡം വാങ്ങിക്കുന്ന ബുക്കാണോ? ഏയ് അല്ല, ഇത് ഞാൻ വായിക്കുന്നതൊന്നുമല്ല. ഇത് മൂർത്തീസ് ജ്വല്ലറിയുടെ റെസ്റ്റ് ഹൗസ് അല്ലേ, ഇവിടെ ഇഷ്ടംപോലെ ബിസിനസ്സുകാർ താമസിക്കാൻ വരും, അവർക്ക് വായിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച ബുക്കുകളാ. ഓ, ഞാൻ മാഡം വായിക്കുന്ന ബുക്കായിരിക്കും എന്ന് കരുതി. അല്ല, ആദർശ് സാറുണ്ടോ? സാറിനെ ഒന്ന് വിളിക്കോ? എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ടായിരുന്നു. ശരി, മാളവിക ഇരിക്കേ, ഞാൻ വിളിക്കാം. ആദർശേട്ടാ, ആദർശേട്ടാ. ഓ, എന്താ നയനെ, ദേ മാളവിക വന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ആദർശ് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. മാളവികയോ? അല്ല, മാളവിക ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇതും പറഞ്ഞോണ്ട് ആദർശ് ചെയറിൽ നിന്ന് എഴുന്നേറ്റിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. ആദർശേട്ടാ, മാളവിക വന്നിട്ടുണ്ട്. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതാ പിന്നെ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് പോന്നത്. മാളവിക എന്ത് പണിയാ ചെയ്തത്? ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇനി എന്തെങ്കിലും ആവശ്യത്തിന് കാണാനുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് കാണാലോ. അത് പിന്നെ സർ, ഇന്നെനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് പോവാനുണ്ട്. അപ്പം പിന്നെ നേരിട്ട് വന്ന് കാര്യം പറഞ്ഞിട്ട് പോവാന്ന് കരുതി. ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് മുഖം മറച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എത്ര മുഖം മറിച്ച് മാസ്ക് ഇട്ടെന്ന് പറഞ്ഞാലും നമ്മളെ മനസ്സിലാക്കാൻ ചിലർക്ക് നമ്മളെ ഒരു നോട്ടം കണ്ടാൽ മതി. അതുകൊണ്ട് മാളവിക ഈ ചെയ്തത് തെറ്റായിപ്പോയി. ഇത് കേട്ടപ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ. ആദർശേട്ടാ, മാളവിക എന്തായാലും ഇവിടെ എത്തിയില്ലേ, ഇനി മാളവിക ഓരോന്ന് പറയണ്ട. സോറി, ഞാൻ നയനയുടെ കണ്ടീഷനും കൂടി ആലോചിച്ചപ്പോൾ ആ ഒരു ടെൻഷനിൽ പറഞ്ഞതാ മാളവിക. എനിക്ക് മനസ്സിലാവും സർ, അതിലെനിക്ക് ഒരു പരിഭവവും ഇല്ല. അല്ല, എന്തിനാ മാളവിക വന്നത് അത് പറഞ്ഞില്ലല്ലോ. സർ, അത് ഡേവിഡ് സാർ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് മുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സാറിന് കൈമാറാൻ വേണ്ടി വന്നതായിരുന്നു. അല്ല, ആരാണെന്ന് അറിയാൻ പറ്റിയോ? അതറിയാൻ പറ്റി സർ. ഇനി അത് വെച്ച് അന്വേഷണം നടത്തിയാൽ ചിലപ്പോൾ ആ വ്യക്തിയിലേക്ക് എത്തിപ്പെടാൻ മതിയാവും. സർ, ഇതാണ് ഡീറ്റെയിൽസ്. ഇതിലെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഫോണിലൂടെ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാ ഇങ്ങനെ എഴുതി കൊണ്ടുവന്നത്. അതെന്തായാലും നന്നായി. ഇനിയിപ്പോൾ നന്ദുവിന് ഇത് കൈമാറാലോ. ഇത് വെച്ചൊരു അന്വേഷണം നടത്താം. അതെ സാർ, ഇത് വെച്ചൊരു അന്വേഷണം നടത്തിയാൽ ഫലം ഉണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നത്. ആ സമയത്താണ് കേട്ടോ എലിസബത്ത് ജ്യൂസുമായിട്ട് വരുന്നത്. മോളെ, ഈ ജ്യൂസ് കുടിക്ക്. അയ്യോ ആൻറ്റി, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. അത് പറഞ്ഞാൽ പറ്റില്ല, ഇത് കുടിക്ക്. ഞാൻ മധുരം ഇട്ടിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മധുരം പാടില്ലല്ലോ. എൻ്റെ മനസ്സ് വായിച്ച പോലെ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ മധുരം കഴിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് മധുരമില്ലാത്ത ജ്യൂസ് തന്നെ ഇഷ്ടം. ഇതിൽ പഴത്തിൻ്റെ മധുരം തന്നെ ഉണ്ട് മോളെ, അതുകൊണ്ട് കുടിക്കാൻ അത്ര പ്രയാസം കാണില്ല. താങ്ക്സ് ആൻറ്റി. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ മാളവിക ജ്യൂസ് മുഴുവൻ കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സർ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. പിന്നെ മാളവികെ, ഇവിടുന്ന് പോകുമ്പോൾ നന്നായിട്ട് മുഖം മറച്ചിട്ടൊക്കെ വേണം പോവാൻ. ചുറ്റിലും ആളുകളുണ്ടായിരിക്കും, നിന്റെ ജീവന് വരെ ഭീഷണിയായിരിക്കും. അതെനിക്കറിയാം സാർ. അത്രയും പ്രൊട്ടക്ഷനോട് കൂടി മാത്രമേ ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങത്തുള്ളൂ. എന്റെ ജീവന് മാത്രമല്ലല്ലോ, നിങ്ങളുടെയൊക്കെ ജീവന് ഭീഷണി തന്നെയാ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാ ഞാൻ എവിടേക്കെങ്കിലും പോകുന്നതും വരുന്നതും ഒക്കെ.
എന്നാ പിന്നെ ശരി സർ. മാഡം ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് മാളവിക അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ തന്നെ നയന ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ. എന്താ നയനെ? എനിക്കെന്തോ എവിടേക്കോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ? എന്തു പറ്റി ഇപ്പം ഇങ്ങനെ ചിന്തിക്കാൻ? പലതും ഇങ്ങനെ മനസ്സിലോട്ട് കടന്നു വരുന്നതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്. ആദ്യം നിന്റെ മനസ്സിൽ നീ നെഗറ്റീവ് ചിന്തകളൊക്കെ എടുത്തൊഴിവാക്ക്. ആദർശേട്ടന് ഞാൻ എപ്പോഴും മനസ്സിൽ കാണുന്നതൊക്കെ നെഗറ്റീവായിട്ടേ തോന്നൂ. പക്ഷെ എനിക്കെന്തോ ഒന്നിലൊരു വിശ്വാസം പോരാ. നമുക്ക് ചുറ്റിലുള്ള ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും നമ്മളെ ചതിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നുക. നീ ഇപ്പം ആരുടെ കാര്യമാണ് പറയുന്നത്? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മാളവികയുടേതോ? ഞാൻ എല്ലാവരുടെയും കാര്യം കൂടിയാണ് പറഞ്ഞത്. എനിക്ക് ആരെയും ഒരു വിശ്വാസം തോന്നുന്നില്ല. ആദർശേട്ടാ, അത് ഞാൻ പറയാൻ കാരണം വേറൊരു കാരണം കൂടിയുണ്ട്. എന്താ? അത് പിന്നെ ആദർശേട്ടാ, ഞാനിങ്ങോട്ട് വരുന്ന സമയത്തെ, അതായത് റൂമിൽ നിന്ന് ഹാളിലോട്ട് വരുന്ന സമയത്ത് മാളവിക ആ ഷെൽഫിലെ ബുക്സൊക്കെ എടുത്ത് നോക്കിയിരുന്നു. എന്തൊക്കെയോ നോക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് ചിലപ്പോൾ അവൾ ബുക്സൊക്കെ നോക്കുമായിരിക്കും. എനിക്കും അങ്ങനെ തോന്നി. പക്ഷേ പിന്നെ അതേക്കുറിച്ച് ആലോചിച്ചപ്പോൾ എന്തൊക്കെയോ സംശയം തോന്നുക ആദർശേട്ടാ. ഏയ്, നീ ആവശ്യമില്ലാത്തതൊക്കെ അവളെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടിയിട്ടാ. തുടക്കത്തിൽ തന്നെ നീ പറഞ്ഞിരുന്നു അവളെ വിശ്വസിക്കാൻ പറ്റുമോന്ന്. നമ്മളെ നല്ല നല്ല ഡിസൈൻസൊക്കെ അവൾക്ക് കൊടുത്തിട്ട് അവസാനം അവൾ കാല് മാറുമെന്ന്. അത് പിന്നെ ആദർശേട്ടാ, എനിക്ക് ചിലരെ കാണുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ ആ തോന്നലൊന്നും വെറുതെ ആവില്ല. അവരങ്ങനെയുള്ള ആളുകൾ തന്നെയായിരിക്കും. നീ ഇപ്പം എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? മാളവികയെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണോ? അയ്യോ, അങ്ങനെയല്ല. ചിലപ്പോൾ എൻ്റെ ചിന്താഗതികൾ തെറ്റായിരിക്കാം. എന്നാലും ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത് ആദർശേട്ടാ. ശരി, നീ പറഞ്ഞതുകൊണ്ട് ഞാനതെന്തായാലും പരിഗണിക്കാം. നീ എന്തായാലും ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. എനിക്കത്രേ പറയാനുള്ളൂ. നീ ഇപ്പം നിന്റെ ഹെൽത്താണ് നോക്കേണ്ടത്. അതുകൊണ്ട് നീ ഹെൽത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യ്. സമയം കിട്ടുമ്പോൾ ഓണത്തിനുള്ള കളക്ഷൻസൊക്കെ മാളവികയ്ക്ക് ചെയ്തു കൊടുത്താൽ മതി. ശരി ആദർശേട്ടാ. എന്നാൽ പിന്നെ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുക. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി. അങ്ങനെ ഫ്രഷ് ആവാൻ ആദർശ് പോകുന്നുണ്ട്. നയനയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനിയാണ്. അനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. ആ സമയത്ത് അഭി അവന്തികയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, മോളെ അവന്തികെ. എന്താ ഏട്ടാ? നീ ഇങ്ങനെ നിന്റെ നെഗത്തുമ്മ വരച്ചും കുത്തിയിരുന്നോ? അവിടെ അനി വെറുതെ ഇരിക്കുക. അവന് ബോറടിക്കുന്നുണ്ടായിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, നല്ല തണുത്ത ജ്യൂസ് അടിച്ചിട്ടേ അവന് കൊണ്ടു കൊടുക്ക്. അവനൊന്നും തണുക്കട്ടെ. ഈ ചൂടില് തണുപ്പ് അത്യാവശ്യമാ. അത് വേണോ അഭിയേട്ടാ? ഇപ്പോൾ അനിയേട്ടൻ വർക്ക് ചെയ്യായിരിക്കും. അതൊന്നും നീ കാര്യമാക്കണ്ട. ദേ, ഇപ്പം ചെന്ന അമ്മ കിച്ചണിലുണ്ട്, ജ്യൂസ് അടിച്ചു തരും. നീ അതുമായിട്ട് അവൻ്റെ അടുത്തോട്ട് പോയാൽ മതി. ശരി. അങ്ങനെ അനിക്ക് ജ്യൂസ് കൊണ്ടുകൊടുക്കാനായിട്ട് അവന്തിക താഴോട്ട് ചെല്ലാൻ കേട്ടോ. അങ്ങനെ അവന്തിക ഫ്രിഡ്ജ് തുറന്നിട്ട് അതിൽ നിന്ന് ഫ്രൂട്ട്സ് എടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ നിൽക്കാൻ കേട്ടോ. ഇത് കണ്ട ജലജ ചോദിക്കുന്നുണ്ട്, അല്ല, നീ ജ്യൂസ് അടിക്കാൻ പോവാണോ? അതെ. അല്ല, അയർലാൻഡിൽ നിന്ന് വന്നിട്ട് ഒരുപാട് മാറ്റങ്ങളും കൊണ്ടാണല്ലോ വന്നത്. ഒരു ടിപ്പർ ലോറി നിറയെ മാറ്റങ്ങൾ. എൻ്റെ അമ്മേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഇഷ്ടം പോലെ മാറ്റങ്ങൾ വരും. അല്ല, വന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ നിനക്ക് ഓരോന്ന് ചെയ്തു തരണമായിരുന്നല്ലോ. ഇപ്പൊ നീ സ്വയം ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ. ചായ ഇടുന്നു, ജ്യൂസ് അടിക്കുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചു? ആവശ്യമുണ്ടെങ്കിൽ അതല്ല, അതിനപ്പുറം മനുഷ്യർ പഠിക്കും. നീ ഇപ്പൊ വലിയ നന്മമരമല്ലേ? നീ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നതിനെ ഞാൻ കൂടുതലൊന്നും പറയാത്തത് നിന്റെ വിവാഹം കഴിയട്ടെ എന്ന് കരുതി മാത്രമാണ്. അതുകൊണ്ടേ ജലജ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ അമ്മ എന്നെ എന്ത് ചെയ്യും? നിന്നോടൊന്നല്ലേനും പറഞ്ഞിട്ട് കാര്യമില്ല. പെറ്റ വയറിനെ മനസ്സിലാക്കാൻ കഴിയാത്തവളാ. അല്ലെങ്കിലും അവക്ക് അവളുടെ അമ്മയെ വേണ്ടല്ലോ. അവക്ക് സ്വന്തവും ബന്ധവും അല്ലാത്ത ഇവിടെയുള്ളവരെ മാത്രം മതി. അതെ, അമ്മയ്ക്കായിരിക്കും ഇവിടെയുള്ളവർ സ്വന്തവും ബന്ധവും അല്ലാത്തത്. എനിക്കവർ സ്വന്തം തന്നെയാ. എൻ്റെ രക്തത്തെ പോലെ തന്നെ ഞാൻ അവരെ കാണുന്നത്. അമ്മയെ അവർ വേറെ എടുത്ത് വളർത്തിയതാണെങ്കിലും അവരൊരിക്കലും നമ്മളെ വേറിട്ട് കണ്ടിട്ടില്ല. പിന്നെയൊക്കെ അമ്മയുടെ ഓരോ സംശയത്തിന് പുറത്തുണ്ടായതാ. വെറുതെ അമ്മയോട് സംസാരിക്കാൻ നിന്നാലേ എൻ്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടും. ഇതും പറഞ്ഞുകൊണ്ട് ആ ജ്യൂസുമായിട്ട് അവന്തിക മുകളിലോട്ട് പോവാണ് കേട്ടോ. ഇവളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചാൽ പോരാന്ന് ജലജ പറയാണ്. അങ്ങനെ ജ്യൂസുമായിട്ട് റൂമിലോട്ട് എത്താണ് അവന്തിക. അപ്പോൾ അനിയാണെങ്കിൽ നല്ല വർക്കിലാണ് കേട്ടോ. അവന്തികയാണെങ്കിൽ പിന്നിൽ ചെന്നിട്ട് ജ്യൂസ് ഒരു ഭാഗത്ത് വെച്ചിട്ട് അനിയുടെ കണ്ണ് പൊത്തുന്നുണ്ട്. ആരാന്ന് പറ, ഒന്ന് വിട്ടേ. അവന്തികയല്ലേ? ഞാനാണെന്ന് മനസ്സിലായില്ലേ? എങ്ങനെയാ? എൻ്റെ കൈ തൊട്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നിന്റെ സൗണ്ട് കേട്ടാ മനസ്സിലാക്കിക്കൂടാ അവന്തികേ. നീ എന്താ ഈ കൊച്ചു കുട്ടികളെ പോലെ കളിക്കുന്നേ? നിനക്ക് പ്രായം എത്രയെന്നാ? എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ പ്രായമായിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സ് കൊച്ചു കുട്ടികളുടെ മനസ്സാ. പിന്നെ അതൊക്കെ മാറ്റേണ്ട സമയമായി. എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല. അതെ, ഞാൻ നല്ല ജോലി തിരക്കിലാ. അത്യാവശ്യം വർക്കുണ്ട് ചെയ്യാൻ. അതുകൊണ്ടേ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാതെ പോയേ.
എന്താ അനിയേട്ടാ ഇത്? ഞാൻ അടുത്തോട്ട് വരുമ്പോഴൊക്കെ അനിയേട്ടന് തിരക്കാണല്ലോ. ദേ, അനിയേട്ടന് വേണ്ടി ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ. അടുത്തത് എന്താ? അതെന്താ അനിയേട്ടൻ അങ്ങനെ ചോദിച്ചത്? അല്ല, നീ ഇടയ്ക്ക് എനിക്ക് ഓരോന്ന് കൊണ്ടുതരുന്നുണ്ടല്ലോ. എന്താ ഇങ്ങനെ ഒരു മാറ്റം നോക്കുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അനിയേട്ടാ, അയർലാൻഡിൽ നിന്ന് വന്നേ പിന്നെ എനിക്ക് എൻ്റെ അമ്മയും ഏട്ടനൊന്നും ശരിയല്ലെന്ന് തോന്നി മനസ്സിലായി തുടങ്ങി. അപ്പം പിന്നെ അവരെല്ലാം ശരിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്. ഇപ്പം ശരിക്കും നയനേട്ടത്തിയെ പോലെ ഒരു പെണ്ണാവാൻ നോക്കുക ഞാൻ. ആഹാ, അതെന്തായാലും കൊള്ളാം. അങ്ങനെ നിനക്ക് നയനേട്ടത്തിയെ പോലെ ആവാൻ പറ്റുമോ? ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായാൽ നീ വിജയിച്ചു. നിന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് ആൺപിള്ളേർ കൊതിക്കും. മതി മതി, ദേ ഈ ജ്യൂസ് കുടിച്ചേ. ആഹാ, എനിക്കിഷ്ടമുള്ള ഗ്രേപ്പ് ജ്യൂസ് ആണല്ലോ. കൊള്ളാം, ഇതേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അവന്തിക്ക് മനസ്സിൽ കരുതുന്ന കേട്ടോ. എനിക്കത് കേട്ടാ മതി അനിയേട്ടാ. അനിയേട്ടൻ എൻ്റെ സ്വന്തമാണ്. എൻ്റെ സ്വന്തം എന്ന് പറയുന്ന ആൾക്ക് ഞാൻ എന്തും കൊണ്ടുതരും. എന്താ അവന്തിക്ക് എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. എന്നാ പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അനിയേട്ടൻ ജോലി ചെയ്തോ. ദേ, 4ാം സ്ഥാനത്ത് നിന്ന് നമുക്ക് 1ാം സ്ഥാനത്ത് എത്തിക്കണം. ഓണം കിട്ടിയില്ലെങ്കിൽ പോട്ടെ, അതിനുശേഷമുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കണം. ജ്വല്ലറിയെ തകർത്ത് തരിപ്പടമാക്കണം. അതിന് എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാലും ആദർശേട്ടൻ്റെ പിടിവള്ളി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ അനിയേട്ട ഇത്? ഒരാളെ എപ്പോഴും ആശ്രയിക്കുന്നത് നല്ലതാണോ? ആദർശേട്ടൻ ഇല്ലെങ്കിലും അനിയേട്ടന് 1ാം സ്ഥാനത്ത് എത്താൻ പറ്റണം. എത്തിയിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ കഴിവ് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. ആദർശേട്ടൻ മുമ്പൊരു ദിവസം പുറത്തു പോയി നിന്ന സമയത്ത് MD സ്ഥാനം ഏറ്റെടുത്തത് അനിയേട്ടനല്ലായിരുന്നു. അന്ന് കമ്പനിക്ക് ഒരു കുറവും അനിയേട്ടൻ വരുത്തിയിട്ടില്ല. അതുപോലെ ആയിരിക്കണം ഇനി ഓരോ നീക്കവും. എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. എന്നാലും ആദർശേട്ടൻ ഇല്ലാതെ ഒന്നും നടക്കില്ല അവന്തിക്ക്. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനിയൊക്കെ അനിയേട്ടൻ്റെ ഇഷ്ടം. ഞാനെന്തായാലും അനിയേട്ടനെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. ഞാൻ പോവാ. ഇതും പറഞ്ഞുകൊണ്ട് അവന്തിക്ക് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോഴാണെങ്കിലോ അനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. ജ്യൂസ്, കോഫി, വെറൈറ്റി ഫുഡുകൾ, പിന്നെ ഗിഫ്റ്റുകൾ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഞാൻ കരുതുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഹബിയുടെയല്ലേ അനിയത്തി. ഏത് അയർലാൻഡിൽ പോയാലും അവളുടെ സ്വഭാവം ആദ്യത്തേതിൽ നിന്നും ഇത്രയും ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ എന്തോ അവളുടെ മനസ്സിൽ കാണും. എന്തായാലും അവളെ കണ്ണടച്ചൊന്നും വിശ്വസിക്കേണ്ട. എന്തായാലും ആവട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് അനിയാണെന്നുണ്ടെങ്കിൽ ആ ശ്രദ്ധ വിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മാളവികയാണ്. മാളവികയാണെന്നുണ്ടെങ്കിൽ നാഗേന്ദ്രനെ കാണാൻ വേണ്ടി വരാൻ കേട്ടോ. അതായത് ഒരു ഹോട്ടലിലോട്ട്. ആ ഹോട്ടലിലോട്ട് കയറി ചെന്ന പാടത്തിന് അവിടെ ക്യാബിലിരിക്കുന്ന ഒരു ലേഡിയോട് മാളവിക ഒരു കാർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ ആ ലേഡി പറയുന്നുണ്ട്, മാളവിക മേഡം ആണോ? യെസ്. ഓക്കെ സാറ് റൂം നമ്പർ 301 ഓക്കെ, താങ്ക് യു. ഇതും പറഞ്ഞുകൊണ്ട് മാളവികയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് കയറാൻ കേട്ടോ. അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി 301 എത്തുന്നുണ്ട്. ആ റൂമിൻ്റെ കോളിംഗ് ബെല്ലടിക്കാൻ കേട്ടോ. ആ കോളിംഗ് ബെല്ലടിച്ചതും നാഗേന്ദ്രൻ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ആ സമയത്താണ് വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നത്. മാളവിക അകത്തോട്ട് കയറി വരികയാണ്. കയറി വന്നിട്ട് നാഗേന്ദ്രനെ മാളവിക ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിലോ മാളവികയും നാഗേന്ദ്രനും കണ്ണോട് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കാണ്. ആദ്യം രണ്ടുപേരും ദേഷ്യപ്പെട്ട് നോക്കിയെങ്കിലും പിന്നീട് അവർ രണ്ടുപേരും അട്ടഹസിച്ച് ചിരിക്കാൻ കേട്ടോ. മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷമൊക്കെ സുഖം തന്നെ ഡാഡി. എൻ്റെ വിശേഷങ്ങളൊക്കെ ഡാഡി അറിയുന്നുണ്ടായിരിക്കല്ലോ. പിന്നെ അറിയാതിരിക്കോ? മോളുടെ വിശേഷങ്ങളൊക്കെ അപ്പം എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഡാഡി നാട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ടും എനിക്ക് ഡാഡി ഒന്നും വന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. അത്രയ്ക്കും തിരക്കാ എനിക്കവിടെ. അതിന് മോൾ ആരാണെന്ന് ശരിക്കും ആർക്കും അറിയില്ലല്ലോ മോളെ. യെസ് ഡാഡി, ഇപ്പം ഇങ്ങനെ പോകുന്നത് അങ്ങനെ തന്നെ പോവട്ടെ. ആദർശന് എന്നോട് വിശ്വാസം കൂടിക്കൂടി വരുക. ആദർശ്, അവൻ വിശ്വസ്തയോടെ മോളെ തന്നെ ചാരപ്രവർത്തനം ഏൽപ്പിച്ചത് എത്ര നന്നായില്ല മോളെ. അതങ്ങനെ വരുമെന്ന് ഡാഡി മുൻകൂട്ടി കണ്ടതല്ലേ. അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ ഡാഡി എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് ജോലിക്ക്. അവിടെ ഒരു 2-2.5 വർഷം നിന്നപ്പോഴാണല്ലോ ഡാഡി തന്നെ റിസൈൻ ഇട്ട് അവിടെ നിന്ന് പോരാൻ പറഞ്ഞത്. അത്രത്തോളം വിശ്വാസം ഞാൻ അവരുടെ അടുത്ത് പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡാഡി പറഞ്ഞതുപോലെ ഈ ആദർശനെ വിളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഡാഡി. ഞാൻ അവരെയൊക്കെ അരച്ച് കലക്കി കുടിച്ചതാ മോളെ. അല്ല ഡാഡി, അവന്തിക അല്ലാതെ അബിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ? അതെ, അവന്തികയെ പിന്തുടർന്ന് അബി പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവന്തിക എന്നെ കാണാൻ വന്നപ്പോൾ അവനും പിന്നാലെ കൂടി. അവസാനം അവനും എല്ലാം അറിഞ്ഞു. ഡാഡി, ഇനി അത് വല്ല കുഴപ്പമുണ്ടാക്കുമോ? ഏയ്, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. അബി സത്യം പറഞ്ഞ ഒരു അത്യാഗ്രഹിയാ. ഡാഡിക്കറിയോ അവന്റെ സ്വന്തം ചേച്ചിയായി എന്നെ അബി എങ്ങനെയാ കാണുന്നതെന്ന്? എന്തുപറ്റി? ഹബിയുടെ തനി സ്വരൂപേ എൻ്റെ അടുത്ത് അവനെ ഇറക്കാൻ നോക്കി. അതായത് പെണ്ണുങ്ങളെ വളച്ച് ചാക്കിലാക്കുന്ന വിദ്യ. അവനാള് നിസ്സാരക്കാരനല്ലല്ലോ. എന്തായാലും ഡാഡി, കുറച്ച് കൂടിയിട്ടുണ്ട് അബിക്ക്. ഹബിയുടെ വിചാരം എനിക്ക് 10-25 വയസ്സാണെന്നാ. എനിക്ക് 32 വയസ്സായതൊന്നും ഹബിക്ക് അറിയില്ലല്ലോ.
മോളെ കണ്ട 32 ആരെങ്കിലും പറയോ? ഒരു 20, 22 അത്രയ്ക്കൊക്കെ പറയൂ. അതുകൊണ്ടേ അബീപ്പ എൻ്റെ വലയിൽ വീണിരിക്കുക. എന്തായാലും മോളെ, ഇങ്ങനൊരു ചതി ഒരിക്കലും ആദർശ് പ്രതീക്ഷിച്ച് കാണില്ല. അതെ ഡാഡി, അവനെനിക്ക് തകർത്ത് തരിപ്പടമാക്കണം. ഡാഡിയോട് അവൻ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അവൻ ഒന്നും അല്ലാതാക്കണം. പക്ഷെ നീ അങ്ങനെ മാത്രം പറയരുത്. നിന്റെ മനസ്സിൽ ആദർശില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പം അവനൊരു ഭാര്യയും ആ ഭാര്യയിൽ ഒരു കുഞ്ഞുമില്ലേ? ഇനി എനിക്ക് എന്തിനാ അവനെ? മോളെ, നീ ഇപ്പം ഡിവോഴ്സാ. അവനും അതുപോലെ ഒരു ഭാര്യയുണ്ട്. അവളെ നമ്മളെ സ്വാധീനം വെച്ച് അങ്ങ് തട്ടിക്കളഞ്ഞാ പിന്നെ നിനക്കല്ലേ ആദർശ്? പക്ഷെ ഡാഡി, അങ്ങനെ സാധ്യതയുണ്ടെങ്കിലും അവർക്കിടയിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് വരാൻ പോവല്ലേ? അതെനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും. ഒരിക്കലുമില്ല. അവൾക്കൊപ്പം ആ കുഞ്ഞും തീർന്നോളും. അതിന് വേണ്ട ഏർപ്പാടൊക്കെ ഈ ഡാഡി ചെയ്യും. ഡാഡി, അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം. ഒരാളെ തീർക്കാന്ന് പറയുന്നതേ അത് അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. ഇഷ്ടം പോലെ ആളുകളെ തീർത്ത എന്നോടാണ് മോളെ ഇതൊക്കെ പറയുന്നത്. നമുക്ക് കിട്ടേണ്ടത് കിട്ടണമെങ്കിൽ പലതും വെട്ടിച്ചും നഷ്ടപ്പെടുത്തിയും കൊന്നും ഇല്ലാതാക്കിയൊക്കെ വേണ്ടി വരും. അതിന് ഞാൻ ഡാഡിയുടെ കൂടെ നിൽക്കും. കാരണം ഡാഡി വീക്ഷിച്ചതൊന്നും ഇതുവരെ തെറ്റായിട്ടില്ല. ആ മോളെ, നിന്റെ മമ്മി വിളിച്ചിരുന്നു. അത് പറയാനും കൂടിയേ ഞാൻ വന്നത്. മമ്മി കുറച്ച് ദിവസമായിട്ട് വിളിക്കുന്നു, ഡാഡിയെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ഡാഡി എന്താ മമ്മിക്ക് വിളിക്കാത്തത്? അത് പിന്നെ മോളെ, അവധിക മോൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് പോവാറുണ്ട്. പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൂടിയാ വിളിക്കാതിരിക്കുന്നത്. ഓ, ആ കുടുംബത്തെ കിട്ടിയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ ഡാഡിക്ക് വേണ്ടാതായോ? അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയരുത്. ജലജ ഇനി ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് കാണില്ല. എൻ്റെ മക്കൾക്കും അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അവന്തിക അബിയും, അവരെ ഞാൻ എങ്ങനെയാ മോളെ കൈവെടിയ? അവരെ എൻ്റെയും കൂടി കുഞ്ഞുങ്ങളല്ലേ? ഡാഡി എന്തൊക്കെ പറഞ്ഞാലും ഡാഡിക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ട സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയാ ഡാഡി ഇങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. അത് നടന്നതിന് ശേഷം നമുക്ക് പിറ്റേന്ന് തന്നെ ദുബായിലോട്ട് പോകണം. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കുടുംബമുണ്ട് ഡാഡി. ഒരിക്കലും ഈ കുടുംബം നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. മോളെ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഇത് ഡാഡിയുടെ പ്രോമിസാ. വെറും പ്രോമിസ് തന്നാ പോരാ, അത് നടന്നിരിക്കണം. ഒരിക്കലും ജലജാൻറ്റി നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരാൻ പാടില്ല. ജലജാൻറ്റി മാത്രമല്ല, ആ അബിയും അവന്തികയും. അവർക്ക് വല്ല നക്കാപ്പേസയും കൊടുത്ത് ഒഴിവാക്കാന്നല്ലേ ഡാഡി പറഞ്ഞത്? അതുപോലെ തന്നെ ചെയ്തിരിക്കണം. പിന്നെ മമ്മിയുടെ സ്വഭാവം അറിയാലോ. ചുമ്മാ അവർക്ക് ആവശ്യമില്ലാതെ ഏറി വാരി കൊടുത്താലേ മമ്മി എങ്ങനെ പ്രതികരിക്കുന്ന ഡാഡിക്കറിയാലോ. അത് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ മോളെ, നീ എൻ്റെ തലയ്ക്ക് വട്ട് പിടിപ്പിക്കല്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചും കണ്ടും ചെയ്തോളാം. ദേ, എനിക്ക് വേറൊരു കുടുംബം ഇല്ലെന്നൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവന്തിക മോളോടും അബിയോടും. അവരുടെ മുന്നിൽ എൻ്റെ ഇമേജ് മോൾ ഇല്ലാതാക്കരുത്. ഞാനായിട്ട് ഇല്ലാതാക്കത്തൊന്നുമില്ല ഡാഡി. നമുക്ക് കിട്ടേണ്ടത് കിട്ടിയ അപ്പം തന്നെ ഇവിടുന്ന് മുങ്ങാം. അവർ പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. എന്തായാലും മൂർത്തീസ് ജ്വല്ലറി അവർക്കുള്ളതല്ലേ. അതിൽ നിന്നൊക്കെ അവർക്കൊന്നും കിട്ടാതിരിക്കില്ല. പിന്നെ നമുക്കുള്ളതാ ഇല്ലാതായി തീരുക. ജ്വല്ലറി എങ്ങനെയാ വളർത്തിയെടുത്തതെന്ന് ഡാഡിക്ക് അറിയാലോ. എൻ്റെ മമ്മിയുടെ സ്വത്തുണ്ടായതുകൊണ്ടാ. മമ്മി കോടീശ്വരി ആയതുകൊണ്ട് ഡാഡിക്ക് ജ്വല്ലറി വളർത്തി വലുതാക്കാൻ പറ്റി. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ മമ്മിയുടെ സ്വത്ത് വകകളിൽ അവർക്ക് യാതൊരു അവകാശവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, ശരി മാളവിക, നീ അത് വിട്. അവർക്ക് ഞാൻ എനിക്കുള്ളത് മാത്രം കൊടുക്കത്തുള്ളൂ. എന്തായാലും നിന്റെ മമ്മിയുടേതൊന്നും എടുത്ത് കൊടുക്കത്തില്ല. പ്രോമിസ്. ശരി, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ആദർശ് മണ്ട വിളിക്കും. മോളെ, അവൻ്റെ അടുത്ത് തഞ്ചത്തിലൊക്കെ നിൽക്കണം. ദേ, ചിലപ്പോൾ നിനക്ക് ഭാവിയിൽ അവനെ കെട്ടേണ്ടി വരും. ചിലപ്പോൾ എന്നല്ല, ഞാൻ എന്തായാലും അത് കണ്ടുവച്ചിട്ടുണ്ട്. ഓ, അന്നും ഇന്നും ഡാഡിയും മമ്മിയും പറയുന്ന പോലെ ഞാൻ ജീവിച്ചത്. ഇനിയിപ്പോൾ എൻ്റെ ജീവിതം മൊത്തം അങ്ങനെ ആയിക്കോട്ടെ. ഡാഡി പറയുന്നത് പോലെ എന്തായാലും ഞാൻ ആദർശിനെ കെട്ടാം. പക്ഷേ എൻ്റെ ലൈഫിൽ നയനൊരു തടസ്സമായിട്ടുണ്ടാവരുത്. അതിനുവേണ്ടി ഡാഡി എന്താന്ന് വെച്ചാൽ ചെയ്തു. ശരി മോളെ. ആ സമയത്താണ് മാളവികയുടെ ഫോണിലോട്ട് മാളവികയുടെ മമ്മിയുടെ കോൾ വരുന്നത്. ഡാഡി, മമ്മി വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. ഇതും പറഞ്ഞിട്ട് മമ്മിയുടെ വീഡിയോ കോൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഹായ് മമ്മി. ഹായ് മോളു. ഡാഡി എടുത്തുണ്ടോ? ഉണ്ട്, ഞാനിപ്പോൾ ഡാഡിയുടെ അടുത്താ. ഒന്ന് കൊടുത്തയക്ക്. ലക്ഷ്മി. ലക്ഷ്മി, നിങ്ങൾ എത്ര തവണയായി ഞാൻ വിളിക്കുന്നു, നിങ്ങൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഏതോ കുടുംബം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതല്ലേ. കൂട്ടത്തിൽ എൻ്റെ മോളെയും കൂടി കൊണ്ടുപോയി. ഞാനിപ്പോൾ ഇവിടെ ദുബായിൽ ഒറ്റയ്ക്കാ. എന്താ ഞാൻ ചെയ്യേണ്ടത്? താൻ തന്നെ പറ. ഞാൻ ഇവിടെ നിൽക്കണോ അതോ തൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് വരണോ? അയ്യോ ലക്ഷ്മി, നീ അവിടെ തന്നെ നിന്നാ മതി. ഇപ്പം ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. ദേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ശരിയാവുന്നതേ ഉള്ളൂ. എല്ലാം പിടിച്ചടുക്കിയതിനു ശേഷം ഞാൻ അങ്ങോട്ട് വരും മോളെ. പിന്നെ നിങ്ങളുടെ ഈ ഒലിപ്പിക്കൽ സംസാരമൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ. ദേ, എൻ്റെ സ്വത്തുക്കൾ വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. എൻ്റെ മാത്രം സ്വത്തുക്കൾ, എൻ്റെ ഡാഡിയും മമ്മിയും തന്ന സ്വത്ത്. അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ആദ്യ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലേ അത് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മമ്മി, അതൊക്കെ ഞാൻ ഡാഡിയോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചൊന്നും മമ്മി ടെൻഷൻ അടിക്കണ്ട. ശരി, ഞാൻ എന്തായാലും തനിക്ക് നാളെ വിളിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ഇവിടെ ഇരുന്ന് എനിക്ക് ബോറടിക്കുന്നു. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ?
ലക്ഷ്മി അത് സമയമാകുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയാം. ഓ ശരി, ഇതും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ദേ മോളെ, നിന്റെ മമ്മിയുടെ സ്വഭാവം കണ്ടില്ലേ, ഇതുപോലെയാ നിന്റെ മമ്മി. എപ്പോഴും അവളുടെ സ്വത്തിൻ്റെ പേരും പറഞ്ഞ് എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എങ്ങനെയാണ് ഞാൻ മര്യാദയ്ക്കൊന്ന് ഫോൺ എടുക്കുക? ഓ ഡാഡി വലിയ നല്ല ആളൂ. ആ ഡാഡി ഞാൻ പോട്ടെ, എനിക്കൊട്ടും സമയമില്ല, വൈകിട്ടൊരു പാർട്ടിയുണ്ട്. മമ്മിയോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ശരി. ശരി മോളെ. ഇതും പറഞ്ഞുകൊണ്ട് മാളവിക അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ അവന്തിക ഇങ്ങോട്ടും വരുന്നത്. അവന്തിക്കാണെങ്കിൽ മാളവിക ഒന്ന് കാണുന്നുണ്ട്. ഇത് ഏഞ്ചലറി വർക്ക് ചെയ്യുന്ന സ്റ്റാഫല്ലേ, ഇവരെന്താ ഇവിടെ? അങ്ങനെ അവന്തിക നേരെ അച്ഛൻ്റെ മുറിയിലോട്ട് കയറി ചെല്ലാൻ കേട്ടോ. അച്ഛാ, ആ മോളെ, മോളിപ്പോൾ വന്നതേ ഉള്ളൂ. അതെ അച്ഛാ, എന്താ? ഒന്നുമില്ല. അല്ല അച്ഛാ, ഇവിടുന്നപ്പോൾ നമ്മുടെ ഡിസൈനർ മാളവികയില്ലേ, അവൾ ഇറങ്ങിപ്പോയി. അവള് ആരെ കാണാൻ വേണ്ടി വന്നതാ? അയ്യോ അത് പിന്നെ മോളെ, ഇവിടെ ഇഷ്ടംപോലെ ഏഞ്ചലറിയിലെ സ്റ്റാഫുകളില്ലേ, അവരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഡിസ്കഷന് വന്നതായിരിക്കും. ഓ അങ്ങനെ വന്നതായിരിക്കും അല്ലേ. അല്ല മോളിപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്? വേറെ ഒന്നിനല്ല അച്ഛാ, എനിക്ക് കുറച്ച് പണത്തിൻ്റെ അത്യാവശ്യമുണ്ട്. എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു. പണമോ? മോക്കിപ്പം എന്തിനാ പണം? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫങ്ഷൻ വരുന്നുണ്ട്, അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനാ. ഓ അങ്ങനെ. അല്ല മോക്ക് എത്രയാണ് വേണ്ടത്? എനിക്കൊരു 3 lakh. 3 lakhോ? ഇത്രയും വലിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കണോ മോളെ? അതെന്താ അച്ഛാ, നമ്മൾ അത്യാവശ്യം പണക്കാരല്ലേ, നമുക്ക് 3 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഇത്ര വലിയ തുകയാണോ? എന്നാലും മോളെ 3 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് കിട്ടിയേ പറ്റൂ അച്ഛാ. അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്ക് തരാൻ പറ്റില്ല. അച്ഛൻ്റെ കയ്യിൽ എന്തായാലും ഇല്ലാതിരിക്കില്ല, അച്ഛൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണം. എന്നാലും മോളെ 3 ലക്ഷമൊക്കെ കുറച്ച് ഓവറല്ലേ? എന്താ അച്ഛാ ഇത്? അച്ഛന് 3 ലക്ഷമൊക്കെ ഇത്രയും വലിയ തുകയാണോ? ശരി, എന്നാൽ പിന്നെ അതിനൊരു വഴക്ക് വേണ്ട. 3 ലക്ഷമല്ലേ, ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടോളാം. ശരി അച്ഛാ. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ അഭിയേട്ടൻ കാര്യം അറിഞ്ഞതേ കുറച്ച് കുഴപ്പമായെന്നാ തോന്നുന്നത്. എന്താ മോളെ, അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അതൊന്നുമല്ല. അഭിയേട്ടൻ ഏത് സമയത്തും അനിയേട്ടൻ്റെ അടുത്ത് എന്നെ പോകാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുക. അതെന്തിനാ അവൻ അങ്ങനെ നിർബന്ധിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. ഇനി എന്നെ അനിയേട്ടൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ സ്വത്ത് വകകളൊക്കെ ഒറ്റയ്ക്ക് അനുഭവിക്കാമെന്ന് വല്ലതും ആയിരിക്കും ഏട്ടൻ്റെ മനസ്സിൽ. ഇത് കേട്ടപ്പോൾ തന്നെ നാഗേന്ദ്ര മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അതിന് ഇതനുഭവിക്കാൻ നിങ്ങൾക്ക് എവിടെ യോഗം? ഇതൊക്കെ മാളവികയുടെ സ്വത്തല്ലേ, അതിന്ന് വല്ല നക്കാപ്പിച്ച് കിട്ടിയെങ്കിൽ എൻ്റെ മക്കൾക്ക്. അച്ഛാ, അച്ഛനെന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല മോളെ, ഞാൻ വേറെ കാര്യം ആലോചിച്ചതാ. അഭി അങ്ങനെയൊന്നും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല, നീ വെറുതെ അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. എന്തായാലും എൻ്റെ മക്കൾക്ക് മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു അധികാരം കിട്ടിയേ പറ്റൂ. അനി എങ്ങനെയെങ്കിലും കൈവശത്താക്കണം മോളെ. ശരിയച്ചാ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, അത് നടന്നിരിക്കണം. ശരി, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. ശരി മോളെ. അങ്ങനെ അവന്തിക അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ നാഗേന്ദ്രൻ. എന്നിട്ടായാലും മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് ഒരിക്കലും ജ്വല്ലറിയുടെ സ്വത്തിൻ്റെ അവകാശം കിട്ടത്തില്ല. അങ്ങനെ ആവുമ്പോൾ എൻ്റെ മക്കൾക്ക് മൂർത്തീസ് ജ്വല്ലറിയുടെയെങ്കിലും അവകാശം കിട്ടിയേ പറ്റൂ. അതിന് ജ്വല്ലറി മൂർത്തീസ് ജ്വല്ലറി ഇടിച്ച് കെട്ടണം, എന്നാലേ എൻ്റെ മക്കൾക്ക് അത് അനുഭവിക്കാൻ പറ്റൂ. MD സ്ഥാനത്തിരിക്കുന്ന അനിയെ എൻ്റെ മോൾ സ്വന്തമാക്കണം. എന്നെങ്കിൽ മാത്രമേ എൻ്റെ മോൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റൂ. ആ ജലജ ഒരു നന്ദി കേട്ടവളാ. അതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് അവക്കൊന്നും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഒന്നാമത് അവൾ അവിടുത്തെ പുറംപോക്കായതുകൊണ്ട്. എൻ്റെ മക്കൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ തന്നെ ശ്രമിച്ചേ പറ്റത്തുള്ളൂ. ഇതും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നാഗേന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ഓക്കെ, അതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.